ചെറിയ പെരുന്നാളും അതുപോലെ തന്നെ വലിയ പെരുന്നാൾ. ഒരുപാട് കാലമായി നമ്മൾ ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ എന്ന രീതിയിൽ, ഈദുൽ അക്ബർ, ഈദുൽ കബീർ എന്നൊക്കെ പറയുന്ന രീതിയിൽ നാം പറയും. എന്താണ് ഈ ചെറിയ പെരുന്നാളും വലിയ പെരുന്നാളും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ, ചെറിയ പെരുന്നാൾ എന്ന് പറയുമ്പോൾ അതൊരു ദിവസം കൊണ്ട് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും അവിടെ കഴിഞ്ഞു. പിന്നെ പിറ്റേന്ന് മുതൽ വീണ്ടും നോക്കാം, ചൊവ്വാലിന്റെ നോമ്പ് വരും. എന്നാൽ വലിയ പെരുന്നാൾ എന്ന് പറഞ്ഞാൽ 4 ദിവസമാണ്. പെരുന്നാൾ എന്ന് പറയുന്നത് ഇന്നലെ തുടങ്ങി ഇന്നും നാളെയും അതിന്റെ വ്യത്യാസം. ഞായറാഴ്ചയോട് കൂടിയാണ് 4 പെരുന്നാളുകളാണ്. അതുകൊണ്ടാണ് വലിയ പെരുന്നാൾ എന്ന പ്രയോഗം പ്രയോഗിച്ചത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായി കാണാം. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങൾ, അതുകൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, യൗമു അറഫ, യൗമു നഹർ വ അയ്യാമു തശ്രീഖ് ഈദുനാ അഹ്ലുൽ ഇസ്ലാം. ഇസ്ലാമിന്റെ അഖിലുകാർക്ക് പെരുന്നാൾ ആഘോഷമായി നൽകിയത് അറഫ ദിവസവും പെരുന്നാളായി കൊണ്ട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. യൗമു നഹർ അതുപോലെ തന്നെ ബലിപെരുന്നാൾ ദിവസം, അതുപോലെ അയ്യാമു തശ്രീഖ്, ഈ അയ്യാമു തശ്രീഖ് അതുപോലെ പ്രകാശം കൊണ്ട്, പ്രകാശത്തിന്റെ ദിവസങ്ങളിൽ നാം അയ്യാമു തശ്രീഖ് എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് അതിന് അർത്ഥം വെച്ചിരുന്നത് അറബികളൊക്കെ അന്നത്തെ കാലത്ത് കൊതുകിയെ നടത്താൻ അതിന്റെ മാംസം പ്രത്യേകമായി വെയിലത്തിട്ട് ഉണക്കി സൂക്ഷിക്കുമായിരുന്നു. അതുകൊണ്ട് ഉണങ്ങിയ മാംസം എന്ന ഒരു അർത്ഥം കൂടി ഇതുണ്ട് എന്ന് മഹാന്മാർ രേഖപ്പെടുത്തിയതായി കാണാം. അതായത് പ്രകാശം നിറഞ്ഞ ദിനരാത്രങ്ങളാണ് ഇനി ഇവിടെ അങ്ങോട്ടുള്ള ദിവസം. അതായത് വലിയ അയ്യാമു അക്ലിൻ വശുർബിൻ, ഭക്ഷണ പാനീയത്തിന്റെ ദിവസങ്ങളാണ് എന്ന് പ്രത്യേകം എടുത്തു പറയുകയാണ്. ചെറിയ പെരുന്നാളിന്റെ സ്വതക്ക എന്ന് പറയുന്നത് അത് നമ്മൾ ഫിത്ർ സക്കാത്ത് കൊടുത്തുകൊണ്ട് അത് വീടുന്നു. എന്നാൽ വലിയ പെരുന്നാളിൽ നമുക്ക് മാംസമാണ് സ്വതക്കയായി കൊണ്ട് അല്ലാഹു നിശ്ചയിച്ചത്. അതാണ് നമ്മൾ ഇന്നലെ ചെയ്തത് ഉദ്ഹിയ്യത്ത് കർമ്മം. വൽലഹ്മു സയ്യിദു തുആമി അഹ്ലിൽ ജന്ന വഫീ റിവായത്തിൽ ഹുവ സയ്യിദു തുആമി അഹ്ലിൽ ദുനിയ വൽ ആഖിറ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഭക്ഷണത്തിന്റെ കൂട്ടത്തിൽ ഭക്ഷണത്തിന്റെ നേതാവാണ് മാംസം എന്ന് പറയുന്നത്. അത് ജന്നത്ത്, സ്വർഗത്തിലെ ആളുകളുടെ ഭക്ഷണമാണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. മറ്റൊരു റിപ്പോർട്ടിൽ സയ്യിദു തുആമി അഹ്ലിൽ ദുനിയ വൽ ആഖിറ, ഇഹലോകത്തിന്റെയും പരലോകത്തിന്റെയും ഭക്ഷണമാണ് മാംസം എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈദുൽ ഫിത്റിന്റെ അന്ന് മാത്രമാണ് നോമ്പ് വിലക്കുള്ളത് എങ്കിൽ, പിറ്റേ ദിവസം മുതൽ നോമ്പ് സുന്നത്തുണ്ട് എങ്കിൽ, ഈദുൽ അദ്ഹക്ക് ഇതിന്റെ ശേഷമുള്ള തുടർന്നുള്ള 3 ദിവസങ്ങളിലും നോമ്പ് നിഷിദ്ധമാണ്, പെരുന്നാളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ അതിന്റേതായ രീതിയിൽ ബഹുമാനിക്കാനുള്ള തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇബ്നു റജബ് റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി, ലോകത്തുള്ള എല്ലാ മുഅ്മിനീങ്ങളും ഹാജിമാരെ പോലെ ആയിത്തീരുന്നതിന് വേണ്ടിയാണ് ഈ ദിവസങ്ങളിൽ നോമ്പ് നിഷിദ്ധമാക്കിയത്. നമ്മുടെ മനസ്സിൽ വിനയുണ്ടാവണം, ഹാജിമാരുണ്ടാവണം, അവരുടെ ഭക്തി ഉണ്ടാവണം, നാം അവരെ പോലെയാകണം. അയ്യാമു തശ്രീഖ് ദിക്റിന്റെ ദിനരാത്രങ്ങളാണ്. വദ്കുറുല്ലാഹ ഫീ അയ്യാമിൻ മഅ്ദൂദാത് വമൻ തഅജ്ജല ഫീ യൗമൈൻ ഫലാ ഇസ്മ അലൈഹി വമൻ തഅഖറ ഫലാ ഇസ്മ അലൈഹി ലിമൻ ഇത്തഖാ വത്തഖുല്ലാഹ വഅലമു അന്നകും ഇലൈഹി തുഹ്ശറൂൻ. വിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു പറയുന്നത്, അല്ലാഹുവിനെ ഓർക്കേണ്ട ദിവസങ്ങളാണ് ഫീ അയ്യാമിൻ മഅ്ദൂദാത്, എണ്ണപ്പെട്ട ദിവസങ്ങൾ. അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങളിൽ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലേണ്ട ദിവസങ്ങളാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധമായ ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. സുഭിക്ഷതയുടെ അന്നപാനീയങ്ങളുടെ ദിനങ്ങളാണ് അയ്യാമു തശ്രീഖ്, അയ്യാമു അക്ലിൻ വശുർബിൻ വദിക്രില്ലാഹി അസ്സ വജല്ല. ഭക്ഷണത്തിന്റെയും പാനീയത്തിന്റെയും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലാനുള്ള ദിനരാത്രങ്ങളാണ് അയ്യാമു തശ്രീഖിന്റെ ദിവസങ്ങൾ എന്ന് മഹാനായ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ നാം ഏറ്റവും കൂടുതൽ ചെല്ലുന്നത് എന്താണ്? അല്ലാഹുവിനുള്ള തക്ബീറുകളാണ്. നമ്മൾ ഓരോ നിസ്കാരങ്ങൾ കഴിയുമ്പോൾ നമ്മൾ തക്ബീർ ചൊല്ലും. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലാ ഇലാഹ ഇല്ലല്ലാഹു, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, വലില്ലാഹിൽ ഹംദ്.
ഈ ദിനങ്ങൾക്ക് ഇങ്ങനെ പേര് വെക്കാനുള്ള കാരണം വസബബു തസ്മിയതി ബിഅയ്യാമി തശ്രീഖ് لأن الناس كانوا يشركون فيها لهم والأضاحي ഉലഹിയത്തിന്റെ മാംസങ്ങളെ സൂര്യന്റെ മുമ്പിൽ കൊണ്ടുവെക്കുകയും അതിനെ ആ സൂര്യൻ തട്ടിക്കൊണ്ടത് എന്താകുന്നു, ആ മാംസം ഉണങ്ങുന്നു. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പേര് വെക്കാൻ കാരണമെന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. നാശമായി പോകുന്നതിനെ തടയാൻ വേണ്ടി, സംരക്ഷിക്കാൻ വേണ്ടിയാണ് അറബികൾ അങ്ങനെ ചെയ്തിരുന്നത് എന്ന് ചരിത്രത്തിൽ കാണാം. പ്രിയപ്പെട്ടവരെ, അഅ്ളമുൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹരി സുമ്മ യൗമുൽ ഖർർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നു, ഈ ദിവസത്തിന് രണ്ട് പേരുകളുണ്ട് എന്നാണ്. അതായത് ഒന്ന് യൗമുൽ ഖർറാൻ, അഥവാ മിനയിൽ ഹാജിമാർ നിലകൊള്ളുന്ന ദിനം എന്നാണ്. മറ്റൊരു പേര് യൗമുൽ റഹൂസ്, അഥവാ തലകളുടെ ദിനം. അഅ്ളമുൽ അയ്യാമി ഇൻദല്ലാഹി യൗമുൻ നഹർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിന്റെ അടുക്കൽ ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദിവസം എന്ന് പറയുന്നത് ബലിപെരുന്നാൾ ദിവസമാണ്. സുമ്മ യൗമുൽ ഖർർ, പിന്നെ അതിന്റെ തുടർന്നുള്ള ദിവസമാണ് വയുഖാലു ലഹു യൗമുർ റുഹൂസ് ലിഅന്നഹും യഅകുലൂന ഫീഹി റുഹൂസുൽ അദാഹി. ഉലഹിയത്തിന്റെ മാംസങ്ങളുടെ തലകൾ അന്ന് ഭക്ഷിക്കുന്നു എന്നതാണ് അതിന്റെ പ്രത്യേകത. നമുക്ക് സുരക്ഷിതയുള്ള അല്ലാഹു നാം തിന്നുന്നതും കുടിക്കുന്നതും കാണാൻ ആഗ്രഹിക്കുന്ന ദിവസമാണെന്ന് അർത്ഥം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, للرجل الذي رأى عليه ثياب في غاية الابتذال ألك مال؟ قال نعم. ما أي المال؟ قال قد أتاني من الإبل والغنم والخيل والرقيق. قال فإذا أعطاك الله مالا فليرى أثر نعمة الله عليك كرامته. ഇതുപോലെ ഫഖീറായി പൊങ്ങച്ചം കാണിക്കുന്നവരെയും അല്ലാഹു ഇഷ്ടപ്പെടുന്നില്ല എന്നാണ് വിശുദ്ധമായ ഖുർആനിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നതായി കാണാം, സലാസത്തുൻ ലാ യുകല്ലിമുഹുമുല്ലാഹു യൗമൽ ഖിയാമ. ആളവാദീക ലോകത്ത് മൂന്ന് ആളുകളോട് അല്ലാഹു അഹ്മദിന്റെ സംസാരിക്കുകയില്ല. വലാ യുസദ്ദീഹിം, അവരെ പരിശുദ്ധരാക്കുകയില്ല. വലാ യൻദുറു ഇലൈഹിം, അവരിലേക്ക് റഹ്മത്തിന്റെ നോട്ടം പോലും നോക്കുകയില്ല. എന്ന മൂന്ന് വിഭാഗം ആളുകൾ ആരാണ്? വലഹും അദാബുൻ അലീം, കഠിനമേറിയ ശിക്ഷ അവർക്കുണ്ട്. ശൈഖുൻ സാനി വമലികുൻ കദാബ് വആലിമുൻ മുസ്തക്ബിർ. അഹങ്കാരിയായ ദരിദ്രൻ, ഫഖീർ, ദരിദ്രമുണ്ട്, അത് അഹങ്കാരത്തോടുകൂടി ഞാൻ പാവപ്പെട്ടവനാണ് എന്ന് പറയുന്ന ആളുകൾ. അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹുവിന്റെ തിരുനോട്ടം പോലും, റഹ്മത്തിന്റെ നോട്ടം പോലും നാളെ പാരത്രിക ലോകത്ത് ലഭിക്കുകയില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. അതുപോലെ കളവ് പറയുന്ന, കളവ് പ്രചരിപ്പിക്കുന്ന രാജാവ്, അതുപോലെ തന്നെ വ്യഭിചരിക്കുന്ന ആളുകൾ, ഇവർക്ക് അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ നോട്ടം പോലും ലഭിക്കൂല. ഖിയാമത്താണ് അവരോട് നല്ലതായിട്ട് സംസാരം ഉണ്ടാകൂല. ഇവിടെ കാര്യങ്ങളൊന്നും അല്ലാഹു പരിശുദ്ധമാക്കുകയില്ല എന്ന് വിശുദ്ധ റസൂലുള്ളാഹി. അല്ലാഹുവിന്റെ അനുഗ്രഹത്തിന്റെ നന്ദിയോടെ അതിന്റെ സുഭിക്ഷത നിലനിർത്തി ജീവിക്കാനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. ദിക്റിന്റെ ഈ ദിവസങ്ങൾ ദിക്റിന്റെ ദിനങ്ങളാണ്. ഹാജിമാർ വലിയ ദിക്റിലും ഫിക്റിലുമാണ്. അതുപോലെ തന്നെ നമ്മളും നല്ല ദിക്റുള്ളവരായിരിക്കണം, നല്ല ബോധമുള്ളവരായിരിക്കണം, അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്നവരായിരിക്കണം. എല്ലാ ഇബാദത്തുകളുടെയും പരമലക്ഷ്യം തന്നെ ദിക്റാണ്. ഇന്നമാ ജുഇല തവാഫു ബിൽ ബൈതി വബൈന الصفا والمروة ورمي الجمار لإقامة ذكر الله. അല്ലാഹുവിന്റെ ദിക്ർ, അല്ലാഹുവിനെ ഓർക്കുക, അത് നിലനിർത്താൻ വേണ്ടിയാണ് തവാഫും, അതുപോലെ തന്നെ സഫാ മർവയുടെ ഇടയിലുള്ള നടത്തവും, അതുപോലെ തന്നെ കല്ലുകൊണ്ടുള്ള എറിയലുകൾ, ഇതൊക്കെ അല്ലാഹുവിനെ ഓർക്കാൻ, അല്ലാഹുവിന്റെ ദിക്റുകളാണ്. ഏറ്റവും പുണ്യമായ അമൽ എന്ന് പറയുന്നത് ദിക്റാണ്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, അലാ യുനബ്ബിഉകും ബിഖൈരി അഅമാലികും വഅസ്കാഹാ ഇൻദ മലീകികും വഅർഫഇഹാ ഫീ ദറജാതികും വഖൈറുൻ ലക്കും മിൻ ഇൻഫാഖി الذهب والورق وخير لكم من أن تلقوا عدوكم فتضربوا أعناقهم ويضربوا أعناقكم. قالوا بلى قال ذكر الله. ഏറ്റവും നല്ല അമൽ എന്ന് പറയുന്നത്, ഏറ്റവും ഉത്തമമായ കർമ്മം എന്ന് പറയുന്നത്
ഏറ്റവും പരിശുദ്ധമായ കലിമ, അതുപോലെ ഏറ്റവും ഉയർന്ന പദവിയുള്ള ഒരു സംഭവം, ഒരു നന്മയായ ഒരു കർമ്മം നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു. അതെ, സ്വർണ്ണം ദാനം ചെയ്യുന്നതിനേക്കാളും വെള്ളി ദാനം ചെയ്യുന്നതിനേക്കാളും ഉത്തമമാണ്. മാത്രമല്ല, നിങ്ങൾ ശത്രുവിനെ കണ്ടുമുട്ടുന്നതിനേക്കാൾ ഉത്തമമാണ്. അതിൽ നിങ്ങൾ അവർ നിങ്ങളുടെ പരടിയെ വെട്ടി, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ പരടിയെ വെട്ടി, ഇതിനേക്കാൾ ഉത്തമമായ ഒരു അമല് നിങ്ങൾക്ക് ഞാൻ അറിയിച്ചു തരട്ടെയോ സ്വഹാബ? അപ്പോൾ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് സ്വഹാബാക്കൾ പറഞ്ഞു, ഖാലൂ ബല, അതേ നബിയെ, ഞങ്ങൾക്ക് പറഞ്ഞു തരൂ നബിയെ. ഖാല ദിക്റുല്ലാഹ്, ആ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുവിനുള്ള ദിക്റുകളാണ്, അല്ലാഹുവിനെ ഓർക്കുക. അതുകൊണ്ടാണ് ദിക്റുള്ള ജീവിതം ഉണ്ടാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിനോട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിർദ്ദേശിച്ചത്. യാ മുആദ്, വല്ലാഹി ഇന്നി ലാ ഉഹിബ്ബുക വല്ലാഹി ഇന്നി ലാ ഉഹിബ്ബുക വഖാല ഔസൈതുക യാ മുആദ് ലാ തദഅന്ന ഫീ ദുബ്രി കുല്ലി സ്വലാത്തിൻ, ഓരോ നിസ്കാരത്തിന്റെ ശേഷവും നീ മറക്കരുത്, നീ ദുആ ചെയ്യണം. അല്ലാഹുമ്മ അഇന്നി അലാ ദിക്രിക വശുക്രിക വഹുസ്നി ഇബാദതിക. നമ്മൾ ഓരോ നിസ്കാരം കഴിയുമ്പോഴും അസ്തഗ്ഫിറുല്ലാഹി അങ്ങനെ വന്നിട്ട് അല്ലാഹുവോട് നാം ദുആ ചെയ്യും. അല്ലാഹുവേ അഇന്നി അലന്നി ദിക്റക, അല്ലാഹുവേ നിന്നെ ഓർക്കാനുള്ള ഒരു മാനസികമായ സഹായം നിന്നിൽ നിന്ന് എനിക്ക് നീ നൽകണമേ അല്ലാഹ്. നിനക്ക് നന്ദി ചെയ്യാൻ, എന്റെ ഇബാദത്തുകൾ ഭംഗിയാക്കാനുള്ള സഹായം നിന്റെ പക്കൽ നിന്ന് നിങ്ങൾക്ക് നീ നൽകണമേ, എനിക്ക് നീ നൽകണമേ അല്ലാഹ് എന്ന് ദുആ ചെയ്യണമെന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. ആ ദുആ നമ്മൾ സ്ഥിരമായി ചൊല്ലുന്നു. പരലോകത്തെ ഏറ്റവും വലിയ ദുഃഖം അല്ലാഹുവിനെ സ്മരിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നഷ്ടവിചാരമാണ്. യഖൂലു അഹ്ലു സലഫി അൻ കശഫൽ ഖുത്വാബു ലിന്നാസി യൗമൽ ഖിയാമത്തി അൻ തവാബി അമാലിഹിം. ഓരോരുത്തരുടെ കർമ്മങ്ങളുടെ പ്രതിഫലം കാണുമ്പോൾ ചില ആളുകൾ മുഖം തിരിക്കുമെന്നാണ്. അവർക്ക് നല്ല അമലുകളില്ല. ഏറ്റവും നല്ല അമൽ അതിന്റെ കൂട്ടത്തിൽ വന്നത് അഫ്ദലു സവാബു മിന ദിക്ർ, ദിക്റിനേക്കാൾ അല്ലാഹുവിനെ ദിക്ർ ചെല്ലുന്നതിനേക്കാൾ ഏറ്റവും മഹത്തമുള്ള അമൽ അവരുടെ കൂട്ടത്തിൽ ലഭിച്ചില്ല. അങ്ങനെ അത് കാരണത്താൽ അവിടുന്ന് അവൻ ആകെ പരാജയപ്പെട്ടു പോകുമെന്നാണ്. കൈകളിക്കുമെന്ന് പറയും പോലെ ആ ഒരു വിഭാഗത്തിന് ആയി പോകും. അങ്ങനെ ആയി പോകാതിരിക്കാൻ അല്ലാഹുവിനെ റബ്ബിനെ സ്മരിക്കാൻ ഈ ദിവസങ്ങളിൽ കൂടുതലായി ഉപയോഗപ്പെടുത്തണമെന്നാണ്. നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ഹാജിയാവാൻ, അവരെ പോലെ ആവാൻ കഴിയും. ഹജ്ജിന് പോവാൻ സാധിക്കാത്ത നമുക്ക് ആ ദിക്റുണ്ടായാലും മതി. ഇബ്നു റജബ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതായി കാണാം, അറഫയുടെ അതിർത്തിയിലേക്ക് പ്രവേശിക്കാൻ കഴിയാത്തവർ അല്ലാഹുവിന്റെ നിയമങ്ങളുടെ അതിർത്തി സൂക്ഷിക്കണമെന്നാണ്. اللهم من يستطيع الوقوف بعرفة فليقف عند حدود الله الذي عرفه لنا. ഏറ്റവും വലിയ ദിക്ർ തെറ്റ് ചെയ്യാൻ നേരത്ത് അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ആ തെറ്റിൽ നിന്ന് പിൻവലിയുക എന്നതാണ് ഏറ്റവും വലിയ ദിക്ർ, ഏറ്റവും വലിയ ഇബാദത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ഒരു വിഭാഗത്തിൽ നമ്മെ ഉൾപ്പെടുത്തിയിരിക്കുമാറാകട്ടെ. അതുകൊണ്ട് തന്നെ അറഫയിൽ പോകാൻ സാധിക്കാത്തവർ പ്രതിജ്ഞ ചെയ്യേണ്ടത്, ഞാനും നിങ്ങളും പ്രതിജ്ഞ ചെയ്യേണ്ടത്, അല്ലാഹുവിന്റെ അതിർത്തിക്കുള്ളിൽ, ദീനിന്റെ അതിർവരമ്പിനുള്ളിൽ നാം ജീവിക്കുമെന്നാണ്. നാം ചെയ്യുന്ന ഒരു തെറ്റെങ്കിലും ഇന്ന് മുതൽ നിർത്തണം, നമുക്ക് നിർത്താൻ സാധിക്കണം. മുസ്തലിഫയിൽ ആപ്പാക്കാൻ സാധിക്കാത്തവർ അല്ലാഹുവിന്റെ ത്വഅത്തിനായി ആപ്പാക്കണം. അതേപോലെ യസ്തത്തിൽ മബീദ് ബിമുസ്തലിഫ ഫലിയുബയ്യിൻ അലാ ത്വഅത്തില്ലാഹി ലിയുഖർറിബഹു വയുസ്ലിഫഹു എന്നാണ്. അല്ലാഹുവിനെ ഓർത്തുകൊണ്ട് ഇവിടെ നമ്മൾ ആപ്പാക്കാൻ, ആ മുസ്തലിഫയിൽ ആപ്പാക്കാൻ സമാനമാക്കാൻ നമുക്ക് കഴിയുമെന്നാണ് ലോകത്തിന്റെ നായകൻ ഹബീബായ ത്വഹ റസൂലുള്ളാഹി. കൂടുതൽ ഇബാദത്ത്, രാത്രി നമസ്കാരം പോലുള്ള ഏതെങ്കിലും ഒരു നന്മ അധികരിപ്പിക്കാൻ, ഒരു പുതിയതായ ഒരു നന്മ കൊണ്ടുവരാൻ ഞാൻ നിങ്ങളും തയ്യാറാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗിയത്തിന് കഴിയാത്ത ആളുകൾ ഉണ്ടാകും. ഒരുപാട് ആളുകൾ ഉദ്ഹിയത്തപ്പോൾ പല ആളുകൾക്കും ഉദ്ഹിയത്തിറക്കാൻ കഴിയുന്നില്ല. എന്നാൽ അവരുടെ ഇച്ഛകളെ, മോഹങ്ങളെ ബലിയറക്കണമെന്നാണ്. അങ്ങനെ ഇസ്ലാമുമായി, അല്ലാഹുവിന്റെ ദിക്റുമായി ബന്ധപ്പെട്ട് നാം ജീവിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും മികച്ച
മുഅ്മിനാവാൻ കഴിയും. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂട്ടത്തിൽ നമ്മെ പെടുത്തട്ടെ. അല്ലാഹുവാണ് ഏറ്റവും വലുത് എന്ന് നാം എപ്പോഴും പറയുന്നു. നിസ്കാരത്തിലായാലും ഖുതുബയിലായാലും മറ്റ് അമാലുകളിലായാലും അല്ലാഹു അക്ബർ എന്നും, അതുപോലെ തന്നെ നമ്മൾ രണ്ടാമതായി ലാ ഇലാഹ ഇല്ലല്ലാഹ്, മൂന്നാമതായി നമ്മൾ പറയുന്നു വലില്ലാഹിൽ ഹംദ്. നമ്മൾ തക്ബീർ ചൊല്ലുമ്പോൾ തന്നെ ആ തക്ബീറിന്റെ ഉള്ളിലുള്ള മാന മൂന്ന് കാര്യങ്ങളാണ്. ഒന്ന്, അല്ലാഹു ഏറ്റവും വലിയവനാണ്, അല്ലാഹു അക്ബർ. ആ കാര്യം ഒരു എന്നോട് ഒരു കാര്യം പറഞ്ഞു, ആ കാര്യം ഞാൻ ചെയ്യണോ, അല്ലാഹുവിന്റെ കാര്യം എടുക്കണോ, അത് സൗമ്യമായി അവളോട് പറഞ്ഞത് മനസ്സിലാക്കി ആ കാര്യത്തിലേക്ക് നീങ്ങാൻ വേണ്ടി നമുക്ക് സാധിക്കണം. കാരണം അല്ലാഹുവിന്റെ കാര്യമാണ് അക്ബർ, അല്ലാഹു അക്ബർ. നിങ്ങളുടെ ഭാര്യയും അത് മക്കളും അതുപോലെ ഉപ്പയും ഉമ്മയും ഒക്കെ വലുതാണ്, കബീറാണ്. പക്ഷേ അല്ലാഹു അക്ബർ, അല്ലാഹു ഏറ്റവും വലിയവനാണ്. അവിടേക്ക് പിന്നെ ആർക്കും സ്ഥാനമില്ല എന്നാണ്. അതുകൊണ്ട് ആ രീതിയിലേക്ക് സഞ്ചരിക്കാൻ നമുക്ക് കഴിയണം. ഈ തക്ബീറുകളിൽ ചെല്ലുമ്പോൾ ആ ഒരു ഓർമ്മ നമ്മളിൽ ഉണ്ടാവണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണ് രണ്ടാമതായി. യഥാർത്ഥത്തിൽ ആരാധിക്കുവാൻ അല്ലാഹു അല്ലാതെ മറ്റൊരു ആരാധ്യനില്ല. ഒരു സഹാബി, ഒരു മനുഷ്യൻ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം യാത്ര പോയതിന്റെ ഇടയിൽ ഒരു സ്ഥലത്ത് തങ്ങി ഒരു മരത്തിന്റെ മുകളിൽ നബിയുടെ വാളും അവിടെ വെച്ചുകൊണ്ട് അവിടെ കിടന്നു. കുറച്ചു അയറാബി വന്നുകൊണ്ട് ആ വാളെടുത്തുകൊണ്ട് മുത്തനബിയോട് ചോദിച്ചു, ഇനി നിങ്ങൾ ആരാണ് രക്ഷപ്പെടുത്തുക? അർത്ഥശങ്കക്കിടമില്ലാത്ത രീതിയിൽ അല്ലാഹ് എന്ന് പറഞ്ഞു. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ കയ്യിലുള്ള വാള് എടുത്തു വീണു. മുത്തനബി എടുത്തുകൊണ്ട് ചോദിച്ചു, ആരാണ് ഇനി നിന്നെ രക്ഷപ്പെടുത്തുക? അയാൾക്ക് മറുപടിയില്ല. നിങ്ങളുടെ ക്ഷമയില്ലാതെ എനിക്ക് രക്ഷയില്ല എന്ന് ആ അയറാബിയെ മനുഷ്യൻ പറഞ്ഞു. അതാണ് അല്ലാഹ് എന്നൊരു ചിന്ത. അവനാണ് യഥാർത്ഥത്തിൽ ആരാധിക്കുവാൻ അർഹൻ എന്നൊരു ബോധം അവനേക്കാണ് സർവസ്തുതിയും എന്നൊരു ബോധം നമ്മളിൽ ഉണ്ടാവണം. അല്ലാഹു നമുക്ക് അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തക്ബീറുകൾ ചൊല്ലി, തഹ്മീദുകൾ ചൊല്ലി, ദിക്റുകൾ ചൊല്ലി അല്ലാഹുവിലേക്ക് അടുക്കാനുള്ള ദിനരാത്രങ്ങളാവട്ടെ, നിങ്ങളുടെ രാത്രങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ എല്ലാവിധ പ്രവർത്തനങ്ങളിലും അല്ലാഹു ഖൈറും ബർക്കത്തും നൽകുമാറാകട്ടെ. صلوا على النبي مصطفى محمد وآله. اللهم صل على سيدنا محمد وعلى آل سيدنا محمد.